നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പോയ വർഷം ചില സൂപ്പർ താരങ്ങൾക്ക് അത്ര മികച്ചതായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അവരുടെ മാർക്കറ്റ് വാല്യൂവിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ സ്വാഭാവികമാണ്. അദ്ദേഹം പരിക്കേറ്റ് നീണ്ട നാളുകളായിട്ട് പുറത്താണ്. കഴിഞ്ഞ വർഷം ആദ്യം അദ്ദേഹം PSG ഘട്ടത്തിൽ തന്നെ ഫെബ്രുവരിയിൽ പരിക്കേറ്റ് കുറേ കാലം പുറത്തിരുന്നു. പിന്നെ അൽ ഹിലാലിലേക്ക് എത്തി 5 കളി കളിച്ചപ്പോഴേക്കും വീണ്ടും പരിക്കേറ്റ് പുറത്തായി. അങ്ങനെ വളരെ കുറച്ച് കളികൾ മാത്രം കളിച്ച് ഇഞ്ചുറി ഇങ്ങനെ റിക്കറിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇടിയുന്നതിൽ അത്ഭുതമില്ല. ആൻ്റണി പിന്നെ പരിതാപകരമായ പ്രകടനമാണ് തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂവിലും വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഈ താരങ്ങളുടെയൊക്കെ മൂല്യം കണക്കാക്കിക്കൊണ്ട് ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും അധികം മൂല്യം ഡിക്രീസ് ചെയ്ത 10 താരങ്ങൾ. ഇത് ട്രാൻസ്ഫർ മാർക്കറ്റ് അവരുടെ ക്രൈറ്റീരിയ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് വാല്യൂ ആണ് എന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നോക്കാം. ഏറ്റവും അധികം മാർക്കറ്റ് വാല്യൂ കുറഞ്ഞ 2 താരങ്ങൾ. ഒന്ന് ആൻ്റണിക്ക് 40 മില്യൺ യൂറോസാണ് അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ ഇടിവ് ഇപ്പോൾ അവർ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കറണ്ട് വാല്യൂ 35 മില്യൺ യൂറോ. സാദിയോ മാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഒരു വർഷം ആദ്യ ഭാഗം അത്ര മികച്ചതായിരുന്നില്ല. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ബയണിൽ അദ്ദേഹവും മറ്റൊരു താരവുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നം, അതിനെ തുടർന്ന് ബയൺ വിട്ട് അൽ നസറിലേക്ക് അദ്ദേഹം പോയത്. അൽ നസറിൽ ഇപ്പോൾ ഓക്കെയാണ്. അങ്ങനെയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മൂല്യത്തിലും വലിയ ഇടിവ് കാണിക്കുന്നു. -40 മില്യൺ യൂറോ ആണ് അദ്ദേഹത്തിൻ്റെ മൂല്യം. 40 മില്യൺ യൂറോ കുറഞ്ഞു. ഇപ്പോൾ കറണ്ട് മൂല്യം കണക്കാക്കുന്നത് 20 മില്യൺ യൂറോയാണ്. ജെയ്ഡൻ സാൻചോ, എറിക് ടെൻ ഹാഗുമായിട്ടുണ്ടായ പ്രശ്നം, അങ്ങനെ വളരെ പ്രതിഭാതനായിട്ടുള്ളൊരു താരത്തിന് കളിക്കളത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്ന അവസ്ഥ. അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ 35 മില്യൺ യൂറോ കുറഞ്ഞിരിക്കുന്നു. 25 മില്യൺ യൂറോയാണ് ഇപ്പോൾ കറണ്ട് വാല്യൂ. ഫൊഫാന 33 മില്യൺ യൂറോ അദ്ദേഹത്തിൻ്റെ മൂല്യം കുറഞ്ഞു. ഇപ്പോൾ 32 മില്യൺ യൂറോയാണ് കണക്കാക്കുന്നത്. മേസൺ മൗണ്ട് 30 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ കുറവ് കാണിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ മൂല്യം 45 മില്യൺ യൂറോ. പിന്നെ കുക്കറല്ല 30 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ ഇപ്പോൾ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 25 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ കറണ്ട് മൂല്യം. പിന്നെ കൻസേലോ, അദ്ദേഹം ഇപ്പോൾ FC ബാഴ്സലോണയിൽ ലോണിൽ കളിക്കുകയാണ്. 30 മില്യൺ യൂറോ കുറവ് സംഭവിച്ചു. 40 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ കറണ്ട് മൂല്യം കണക്കാക്കുന്നത്. നെയ്മർ ജൂനിയർ, അദ്ദേഹത്തിൻ്റെ മൂല്യത്തിലും 30 മില്യൺ യൂറോ കുറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ കണക്കാക്കുന്നത് 45 മില്യൺ യൂറോയാണ്. പിന്നെ ഫെക്കീർ, അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ 28 മില്യൺ യൂറോ കുറഞ്ഞു. 12 മില്യൺ യൂറോയാണ് കറണ്ട് മാർക്കറ്റ് വാല്യൂ കണക്കാക്കുന്നത്. ഗൊററ്റ്സ്കയുടെ കാര്യത്തിൽ 25 മില്യൺ യൂറോയാണ് കുറഞ്ഞത്. 40 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ കറണ്ട് വാല്യൂ കണക്കാക്കുന്നത്. ഇതാണ് ഇപ്പം 2023 ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് വാല്യൂ ഡിക്രീസസ് ആയിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് അവതരിപ്പിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.